ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സാരി വീഡിയോ നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ വേറെ ഏത് സാരി എനിക്ക് ഇഷ്ടപ്പെട്ടോ, എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ സെമി കാഞ്ചീപുരം സാരീസിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സാരീസ് എല്ലാം തന്നെ ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കളേഴ്സ് വേണം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3-4 പാറ്റേൺസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം ഇനിയിപ്പോൾ നോമ്പുകാരും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ വരുമ്പോഴത്തേനും ഒത്തിരി ഫംഗ്ഷൻസ്, അതായത് വെഡിങ്ങിൻ്റെ ഒരു സീസണൊക്കെയാണ് വരുന്നത്. അപ്പോൾ വെഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വെഡിങ് ഫംഗ്ഷൻ എന്നൊക്കെ മനസ്സിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാഞ്ചീപുരം സാരീസ് ആയിരിക്കും. അപ്പോൾ കാഞ്ചീപുരം സാരീസിൻ്റെ പ്രൈസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു പ്രൈസ് നമുക്ക് നമ്മുടെ ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു പ്യുവർ കാഞ്ചീപുരം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ആട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം തന്നെ സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് തന്നെ കേട്ടോ. നേവി ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ബോഡി പോർഷൻ ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സെമി കാഞ്ചീപുരം സാരീസാണ്. ഇതിൻ്റെ ബോഡി പോർഷൻ പ്ലെയിൻ വന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഒരു പർപ്പിൾ ടച്ച് വരുന്ന ഒരു ഷെയ്ഡാണ് അതിൻ്റെ കോൺട്രാസ്റ്റ് ബോർഡേഴ്സിലേക്ക് വരുന്നത്. എന്നാൽ നമ്മുടെ എപ്പോഴും കാണുന്ന പോലത്തെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു കസോ ബോർഡേഴ്സ് ഒന്നും വരുന്നില്ല. സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിലൊരു അടിപൊളി ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സാരിയാണ്. അതുപോലെ തന്നെ ആ ഒരു ചെറിയ ലൈൻസ് ഒരു നമ്മുടെ ബോർഡേഴ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫംഗ്ഷൻ ലുക്കിന് പറ്റിയ രീതിയിലേക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലു പോർഷൻ ഇതുപോലെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, സിമ്പിൾ ആയിട്ടാണ് വരുന്നത്, ചെറിയ ലൈൻസ് ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ ഒരു എലഗൻ ലുക്കും ഒരു എന്താ പറയുക ക്ലാസി ലുക്കും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഇതുപോലെ നമുക്ക് ഇതിന് വളരെയേറെ പ്ലീറ്റ്സ് ചെയ്ത് എങ്ങനെ വേണേലും ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളർ പ്ലെയിൻ ആയിട്ടാണ്. ആ ഒരു സ്ലീവ് എൻഡിലേക്ക് നമ്മുടെ സാരിയിൽ വരുന്ന പോലെ തന്നെ ആ ഒരു ബോർഡർ പോർഷൻ സ്ലീവ് എൻഡിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് ആണ് മറ്റൊരു ഹൈലൈറ്റ്. 1980 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ കളേഴ്സ് കേട്ടോ, അവസം കളേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് പീസസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സോഫ്റ്റ് സിൽക്ക് സാരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് കൂടുതൽ കളക്ഷൻസ് ഡിഫറെൻറ്റ് എന്താ റേറ്റിലും അതുപോലെ തന്നെ പാറ്റേണിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടെ. അതിനനുസരിച്ച് വേണം നമുക്ക് ആ ഒരു ഐറ്റംസ് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നിന്ന് ഞാൻ ബോഡി പോർഷൻ ഒരു റസ്റ്റി ഷെയ്ഡ് ആട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആയതുകൊണ്ട് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ്, ഏറ്റവും എന്താ പറയുക ഭംഗി കിട്ടുന്ന കളേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേക്ക് പിങ്കിൻ്റെ ഒരു ബോർഡർ പോർഷൻ വരും. സിമ്പിളായിട്ട് വരുന്ന ആ ഒരു പല്ലു പോർഷനും കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസും. റേറ്റ് 1980. അടുത്ത ഗ്രീനാണ് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. അതിലേക്ക് ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്ന ആ ഒരു ഷെയ്ഡൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കി, ഒരു ബ്രൗൺ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇതിന് നമുക്ക് എന്താ പറയുക തിങ്ക് ചെയ്യാൻ പറ്റില്ല ഗ്രീനിൻ്റെ കൂടെ ഈ നമ്മൾ അല്ലാണ്ടൊരു മാച്ചിങ് ആണോ എന്ന് വെച്ചാൽ. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നപ്പോൾ നോക്കി, ഗ്രീനിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും കാണുന്ന യെല്ലോയോ ആ ഒരു മസ്റ്റാർഡിൻ്റെ ഒക്കെ കളർ കോമ്പിനേഷൻ വിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രൗൺ ഷെയ്ഡ്, എന്നാൽ ഏറ്റവും സ്യൂട്ടായിട്ട് ആ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ വന്നിട്ടുമുണ്ട്. പല്ലു അത് തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസൊക്കെ ആയിട്ടൊന്ന് പെയർ ചെയ്ത സൂപ്പർ ലുക്കായിരിക്കും കേട്ടോ. കണ്ണും അടച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഐറ്റമാണ്. അതും ബഡ്ജറ്റ് റേഞ്ചിൽ കേട്ടോ. 1980 റേഞ്ചിൽ നമ്മുടെ ആ ഒരു സെമി കാഞ്ചീപുരം സാരീസ്. അടുത്ത ആ ഒരു ബ്രിക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു മെറൂൺ ഷെയ്ഡ്, അതിലേക്കും ഒരു എന്താ പറയുക ഓറഞ്ച് ബ്രിക്ക് ടോണിൻ്റെ ഒരു ബോർഡർ പോർഷൻ വന്നിട്ടുണ്ട്. ചെറിയൊരു റസ്റ്റി ടച്ച് കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലു ആ ഒരു കോൺട്രാസ്റ്റ് കളറിലേക്ക് വരും. ബ്ലൗസ് പീസും പ്ലെയിൻ ആയിരിക്കും. 1980 റേറ്റിലേക്ക് വരും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീൻ്റെ തന്നെ ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് ആ ഒരു ബോട്ടിൽ ഗ്രീനും ലീഫി ഗ്രീൻ ആ ഒരു കോമ്പിനേഷനാണ്. നമ്മൾ ആദ്യം കണ്ട ഒരു ബ്രൗൺ കോമ്പിനേഷനായിരുന്നു. ഇത് ഗ്രീൻ്റെ തന്നെ 2 ഷെയ്ഡ്സിൻ്റെ ഒരു കളർ കോമ്പിനേഷനുമായിട്ട് വരും. 1980 പ്രൈസ് വരുന്നത്. അടുത്തത് സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് വരുന്നുണ്ട്. ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്, ഭയങ്കര കംഫർട്ടബിളും ആണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ്. അതുപോലെ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും എപ്പോഴും ചോദിക്കുന്നുണ്ട് ചെറിയ ബോർഡേഴ്സ് വരുന്ന സാരീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേണിലേക്കാണ് ഈ ഒരു സാരിയൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് ഗ്രേപ്പ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഫംഗ്ഷൻ വെയർ ആയിട്ടും ഇനിയിപ്പം ഇതൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഫംഗ്ഷൻ വെയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഫംഗ്ഷൻ ആ ഒരു സാരി ഉടുക്കില്ല. എന്നാൽ കാഷ്വൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അതുമില്ല. എന്നാൽ ഈ ഒരു സാരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓഫീസ് ഗോയിങ്ങോ കാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് വരുന്ന സാരീസാണ്. ചെറിയൊരു ലൈൻ പാറ്റേൺ പോലെ ബ്ലാക്കിൻ്റെ ചെറിയൊരു വീവിങ് പാറ്റേൺ പോയിട്ടുണ്ട്. കുഞ്ഞു ബോർഡേഴ്സ് ആട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ നമ്മുടെ സെമി ക്യൂട്ടിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു സ്ട്രൈപ്പ് പാറ്റേൺ പല്ലു പോർഷനിലേക്ക് വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ആട്ടോ. നോക്കി ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ എപ്പോഴും പറയാറുണ്ട്, സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന ബ്ലൗസ് നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേനും ഒന്നുകൂടി ഒരു ലീൻ ലുക്കായിരിക്കും. അതിനൊരു ഡിഫറെൻറ്റ് ഒരു എന്താ പറയുക, നമ്മൾ ഡ്രൈപ്പ് ചെയ്ത ആ ഒരു സാരിയും ബ്ലൗസ് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേനും വേറൊരു ലുക്കാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 1980. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ഭംഗിയെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സ് ബ്ലാക്ക് ലവേഴ്സ് ആയിട്ടുണ്ട്. അവർ സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു ലൈൻ പാറ്റേൺ തന്നെ നമ്മുടെ ബ്ലൗസ് പീസിലേക്ക് വരുന്നുണ്ട്. 1980 റേറ്റിലേക്ക് വരും. അടുത്തത് വരുന്നത് ഒരു മെറൂണിഷ് പിങ്ക്, ആ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് ആട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രാവശ്യത്തെ സാരീസിലെ കളേഴ്സ് അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പം ഫംഗ്ഷൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഈസ്റ്റർ വരുന്നുണ്ട്, പെരുന്നാൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ്, അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും പെരുന്നാൾ കൊടിയൊക്കെ ആയിട്ടാണെങ്കിലും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ്. മസ്റ്റാർഡൊക്കെ നോക്കി എന്താ സൂപ്പർ. നമ്മുടെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ നല്ല സൂപ്പറായിരുന്ന ഷെയ്ഡാണ് മസ്റ്റാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രീന്, ഏതാ കളർ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും കേട്ടോ. സെമി ക്യൂട്ട് സാരീസ് ചെയ്യുമ്പോൾ പറയുന്ന പോലെ തന്നെയാണ്, എല്ലാം ഒന്നിനൊന്നിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലേക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം ആട്ടോ, കളറിലെ ഡിഫറൻസ് വരുന്നുള്ളൂ. അടുത്തൊരു ടീ ബ്ലൂൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. ചെറിയൊരു ബ്ലാക്കിൻ്റെ ലൈൻസ് ഒരു വീവിങ് പോലെ വന്നിട്ടുണ്ട്. അതും അതിനെ ഒന്നുകൂടി ഒരു എന്താ പറയുക സൂപ്പർ ആക്കുന്നത് തന്നെയാണ്. ആ ഒരു കുഞ്ഞ് ബോർഡർ പോർഷൻ 1980 റേറ്റ് വരുന്നത്. കുറച്ചുകൂടി ആ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതും സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന പല്ലു, അത് സ്ട്രൈപ്സ് തന്നെ ബ്ലൗസ് പീസിലേക്കും വരും. അടുത്ത പാറ്റേൺ ആണ്. ഇതും ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇതിൻ്റെ നമ്മുടെ ബോഡി പോർഷൻ ഒരു ബ്രിക്ക് ഷെയ്ഡ്, അതിലേക്ക് ചെറിയൊരു വീവിങ് പാറ്റേൺ വരുന്നുണ്ട്. എല്ലാം ഒന്നും നല്ല സൂപ്പറായിട്ടുള്ള സാരീസാണ്. ഇതും അധികം കസവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് വരുന്നത്. ബോർഡേഴ്സിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീവിങ് ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. ഇത് ബോഡി പോർഷനിലും ഈ ഒരു വീവിങ് പാറ്റേൺ വരുന്നുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ആ ഒരു ബേജിൽ ചെറിയ വീവിങ്ങും സ്ലീവിൻ്റെ ബോർഡർ പോർഷൻ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2295 ആണ്. ഇനി ഇതിൻ്റെയും 4 ഷെയ്ഡ്സ് ആട്ടോ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിലൊക്കെ നമ്മൾ ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സൂപ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യട്ടെ. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് 2295 പ്രൈസ് റേഞ്ചിലേക്ക്. ഈ ഒരു ബേജിൻ്റെ കോമ്പിനേഷൻ വന്നിട്ട് ആ ഒരു ബേജ് കളറിലാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരിക. ബോർഡേഴ്സിലേക്കൊക്കെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രേഡ് ടോണാണ്, ഡാർക്ക് ഗ്രേഡ് ടോൺ വരുന്ന സാരീസാണ്. 2295 റേറ്റ് വരും. അടുത്തത് ഒനിയൻ പിങ്കിൻ്റെയും ഒക്കെ ആ ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെയൊക്കെ ഷെയ്ഡിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 2295 റേറ്റ് വരുന്ന ഐറ്റംസ്. അടുത്തതും നമ്മുടെ കാഞ്ചീപുരം സാരീസിൻ്റെ റെപ്ലിക്കാസ് കേട്ടോ. ഇത് നമ്മുടെ ഒരു റീസ്റ്റോക്ക് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിന് ഒരു 2 വീക്സ് ബിഫോർ ആയിരിക്കും നമ്മൾ ഈ ഒരു സാരി ചെയ്ത്. പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു. അതിനുശേഷം ഒത്തിരി കസ്റ്റമേഴ്സ് റീസ്റ്റോക്ക് ചെയ്ത് ചോദിച്ചൊരു ഐറ്റമാണ്. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് മാത്രമല്ല, പുതിയ കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം വന്നിരിക്കുന്നതും ലിമിറ്റഡ് പീസസ് ആണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ സാരീസ് നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്, പുതിയ കളേഴ്സും പുതിയ പാറ്റേൺ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു മോഡൽസ് സാരീസ് ഇതുപോലത്തെ കാഞ്ചീപുരം സെമി കാഞ്ചീപുരം സാരീസ് ഇഷ്ടമാണെന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ. അതിലേക്ക് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ബോർഡേഴ്സ് എന്താ ശരിക്കും നമ്മുടെ കാഞ്ചീപുരം സാരീസിൻ്റെ ഏറ്റവും ട്രഡീഷണൽ ഫോമാണ് ഈ ഒരു എന്താ പറയുക ടെമ്പിൾ ബോർഡേഴ്സ് വരുന്നത്. ഇതൊക്കെ വെയർ ചെയ്തിട്ട് എന്താ പറയുക അടിപൊളി ലുക്കാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത്. ഇതിലേക്ക് ആ ഒരു ഡിസൈൻ ടെമ്പിൾ ബോർഡേഴ്സിലേക്ക് നമുക്ക് ഗ്രീനും ബ്ലൂവും കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ ആട്ടോ ബ്ലൗസ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ഇഷ്ടമല്ല, ബ്ലൂ ആണ് ഇഷ്ടമെങ്കിൽ ബ്ലൂ വെയർ ചെയ്യാം. അതല്ല ഈ ഒരു മെറൂൺ ഷെയ്ഡാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി അടുത്ത ഫംഗ്ഷന് മുമ്പ് ഒരു അടുത്ത ബ്ലൗസ് ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റും. 1 ലെയർ ആയിട്ട് പ്ലീറ്റ്സ് ചെയ്യാൻ അതുപോലെ തന്നെ എന്താ പറയുക പ്ലീറ്റ്സ് എടുത്താൽ അങ്ങനെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ഡ്രൈപ്പ് ചെയ്യാൻ പറ്റി സൂപ്പർ സാരീസ് 2395 പ്രൈസ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ്. അടുത്ത ഷെയ്ഡ് ഒന്നും പറയാൻ വാക്കുകളില്ല, റസ്റ്റി ഷെയ്ഡ് ആട്ടോ വന്നിരിക്കുന്നത്. അതിലേക്ക് ഒരു പീക്കോ ഗ്രീൻ്റെയും പിന്നെ ഒരു മസ്റ്റാർഡ് ഒരു കാരമൽ ടച്ച് ഗോൾഡൻ ടച്ച് വരുന്ന ഒരു മസ്റ്റാർഡ് ഷെയ്ഡിൻ്റെ കോമ്പിനേഷനിലേക്ക് ബോർഡേഴ്സ്
പല്ലുവിൽ ഇതുപോലെ ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ് വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇപ്രാവശ്യം കുറച്ചുകൂടെ കളേഴ്സ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞാൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഷെയ്ഡ് ഗ്രീനാണ്. അതിൽ നമ്മുടെ ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലേക്കാണ് ബോർഡർ പോർഷൻ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ ബ്ലൗസ് പീസ് വരിക കേട്ടോ. ഇതിൽ വന്നിരിക്കുന്ന ബ്ലൂവിൻ്റെ കോൺട്രാസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പീകോക്ക് ഷെയ്ഡാണ്. മേ ബി ചെറിയൊരു കളർ വേരിയേഷൻ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകും. സാധാരണ ഈ ഒരു കളറിന് ഇല്ല എന്നാണ് പറയുന്നത്. വീഡിയോ എടുക്കുന്ന ആളെന്തായാലും മറ്റൊരു കളറിന് വേരിയേഷൻ ഒന്നും ഇല്ല. എന്നാൽ അടിപൊളിയായിട്ട് ആ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് നമ്മുടെ ഗോൾഡൻ ടച്ചും ബർഗൻഡി കോമ്പിനേഷനിലേക്ക് ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. അടുത്ത ഷെയ്ഡ് നോക്കിയേ, ഒരു മസ്റ്റാൻഡ് ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത്, ഒരു ബ്രൗണൂടെ കോമ്പിനേഷൻ. ഇതിലൊക്കെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെയൊക്കെ ഏത് കളർ ചൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള എന്താ കാഞ്ചീപുരം പ്യുവർ കാഞ്ചീപുരത്തെ വെല്ലുന്ന സാരീസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ബഡ്ജറ്റ് റേഞ്ചിൽ 2395 പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രീനാണ് ഷെയ്ഡ്. ഇതിലും ആ ഒരു ഗോൾഡൻ ടച്ചും ബർഗൻഡി കോമ്പിനേഷനുമാണ് നമ്മുടെ ബോർഡേഴ്സിലേക്ക് വരുന്നത്. പല്ലുണ്ട് ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു മെറൂണിൻ്റെ ഷെയ്ഡുമായിട്ടാണ്. 2395 പ്രൈസ് റേഞ്ച് വരും. വീണ്ടും നമ്മുടെ ബോട്ടിൽ ഗ്രീൻ വന്നിട്ടുണ്ട്. ഇതിലും ഗോൾഡൻ ടച്ചും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡാർക്ക് മെറൂൺ കോമ്പിനേഷനിലേക്ക് ബോർഡേഴ്സും അതുപോലെ തന്നെ ഇതുപോലെ പല്ലു പോർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ആ ഒരു മെറൂൺ ഷെയ്ഡ്. റേറ്റ് 2395. ഇത് കുറച്ചുകൂടെ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ്, ഒരു വൈൻ ടച്ച് വരുന്ന പിങ്കാണ്. സൂപ്പർ കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പീകോക്ക് ഷെയ്ഡിലേക്ക് ലൈൻസ് വരുന്ന പല്ലും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഈ ഒരു ഷെയ്ഡ് തന്നെ ബ്ലൗസ് പീസും വരും. ലാസ്റ്റ് കോഫി ബ്രൗൺ ഷെയ്ഡ്, ഇതും അതിമനോഹരം കേട്ടോ. ഈ ഒരു കാഞ്ചീപുരം സാരീസ് എന്താ ഇതൊക്കെ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുക. സൂപ്പറായിട്ടുള്ള കളക്ഷൻസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവർ നിങ്ങൾക്ക് ആ ഒരു ഐറ്റം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഡ്രൈപ്പ് ചെയ്ത ഫോട്ടോസൊക്കെ അയച്ചു തരിക. പല്ലുണ്ട് സെയിം കളറിലേക്കാണ് നമ്മുടെ ബ്ലൗസ് പീസും വരുന്നത്. 2395 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.